സുന്ദരി സുന്ദരി റെഡിയായോ? നല്ല ഉടുപ്പല്ല. എവിടെ പോവാ? കണ്ണൊക്കെ എഴുതി സുന്ദരിയായിട്ട്. ഓ, ഇത് മാമന്റെ വെഡിങ് ആനിവേഴ്സറി ആണോ ഇന്ന്? ആണോ? അതുകൊണ്ട് സെലിബ്രേഷന് പോവാ? കേക്ക് മുറിക്കാൻ പോവാ? നീ അറിഞ്ഞില്ല? കേക്ക് ഉണ്ട്. കേക്ക് മുറിക്കാൻ പോവാ? ആര് വരണം? എന്തിന്? എല്ലാരും വിളിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. തണുപ്പാ, പുറത്തേക്ക് വാ. വാ, ഇങ്ങി വാ. അച്ഛൻ കൂട്ടും ചാരു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് കസിൻ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോവാണ് കേട്ടോ. ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന കരാമയിലാണ് പ്രോഗ്രാം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ചെറിയൊരു കേക്ക് കട്ടിങ്, ഭക്ഷണമൊക്കെ കഴിച്ച് ഫാമിലീസ് ഒന്ന് കൂടിയിട്ട് വരാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ മാമന് കൂടെ തന്നെ കേട്ടോ, ഷാർജല. പുള്ളിയൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ സിസ്റ്ററുണ്ട്. ചാരു നല്ല എല്ലാവരെയും കണ്ടപ്പോൾ ചാരു നല്ല ഹാപ്പി കേട്ടോ. എല്ലാവരെയും ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ ചില ദിവസങ്ങളിലൊക്കെ എല്ലാവരും കാണും. ഇവിടെ ദുബായിൽ തന്നെയാണ് എല്ലാവരും. കസിൻ ബ്രദറുണ്ട്, അവരുടെ ഫാമിലി. അങ്ങനെ വേറൊരു ബ്രദർ ഷാർജല കേട്ടോ, അവർക്ക് വരാൻ പറ്റിയില്ല, ട്രാഫിക് കാര്യം. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. വലിയ പരിപാടിയൊന്നുമില്ല. കേക്ക് കട്ട് ചെയ്യുന്നതിലിടയ്ക്ക് തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കി കേട്ടോ. കയ്യെടുത്ത് ചാരുവിനും സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട്. കേക്ക് എങ്ങനെയാലും പെട്ടെന്ന് കട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ചാരുവിൻ്റെ നോട്ടം മൊത്തം കേക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യേണ്ട നൈഫൊക്കെ എടുത്തപ്പോഴത്തേക്ക് തന്നെ ചാരു കട്ട് ചെയ്യാൻ റെഡിയായിക്കുക. രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ചെറിയൊരു സന്തോഷം, അത്രയുള്ള വലിയ പ്രോഗ്രാമൊന്നുമില്ല. അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ രണ്ടുപേരും ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അച്ഛനും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേക്കൊക്കെ മുറിച്ചിരിക്കുമ്പോഴേ നമുക്ക് സൂപ്പ് കൊണ്ടു തന്നു. നല്ല മട്ടൻ സൂപ്പ് ഉണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചില്ല, 1-2 ആൾക്കാർ കഴിച്ചില്ല സൂപ്പ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചാരുമോൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ചാരുമോളെ കുറച്ച് വീഡിയോസും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ചാരുമോളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. വട്ടം തിരിഞ്ഞും
പിന്നെ എല്ലാവരും കണ്ട സന്തോഷം വേറെ. അങ്ങനെ ചാരുമോളും എല്ലാവരുമായിട്ട് കളി ചിരിയായിട്ട് നടക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളെല്ലാവരെയും കാണും കേട്ടോ. ഇവിടെ നിന്ന് കരാമ തന്നെ നമ്മളെ മെയിൻ സ്പോട്ട്. അവർ താമസിക്കുന്ന കരാമയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് കണ്ടിട്ട് പോവാം. ചാരുമോൾക്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ബന്ധുക്കളൊക്കെ കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആഴ്ചയിൽ എങ്ങനെയും ആരെങ്കിലും കാണും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആ നാട് മിസ്സിങ് തോന്നാറില്ല. എല്ലാവരും പരസ്പരം വിളിക്കും, സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള ചാരുമോൾക്കും ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവരൊക്കെ കയ്യിലുള്ള ഫ്ലവർ ചാരു അഞ്ചുമാൻ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ അത് കൊടുത്തില്ല. അപ്പോൾ പിന്നെ യദുവിന് കൊടുത്തു. അങ്ങനെ ചാരുവിനോട് ചോദിച്ചു, എന്താ ഇത് അഞ്ചുമാൻ്റിക്ക് കൊടുക്കാതെന്ന് ചോദിച്ചപ്പോൾ ചാരു പറയുന്ന ഉത്തരമാണ്, അഞ്ചിമ്മ ചെറുതാണ്, അഞ്ചിമ്മയുടെ ഫിംഗേഴ്സൊക്കെ ചെറുതാണ്, അതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് യദുവിന് കൊടുത്തതെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചാരുമോള് ഹാപ്പി ആയിരിക്കുന്നു. എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷം. പിന്നെ ഞങ്ങൾ നേരെ പോയത് കരാമ പാർക്കിലേക്ക് കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത് മാങ്കൂൽ പാർക്കിലേക്കാണ്. പക്ഷേ അവിടെ 11:30 ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ കരാമ പാർക്കിലേക്ക് പോയി. അവിടെ നിന്ന് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിട്ട് അവർക്ക് ചെറിയൊരു പണി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയത്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ മാച്ചിങ് ആൻസേഴ്സ് ആണോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പണിയൊക്കെ കൊടുത്തു. അങ്ങനെ യദുവിന് കുറച്ച് പണികൾ കിട്ടി. അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് കിട്ടിയ പണികൾ സ്വന്തം അനിയനോടും അനിയത്തിയോടും തീർക്കുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ ആൻസേഴ്സ് മാച്ചിങ് ആണോ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ പരമാവധി അവർ നാണം കെടാതെ പിടിച്ചേക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, ഒരേപോലെയുള്ള ആൻസേഴ്സ് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും യദുവിന് ചെറിയൊരു മറവിയുണ്ട് കേട്ടോ ചില ഡേറ്റുകളൊക്കെ ചോദിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എടുത്ത് കുറേ ടൈം അങ്ങനെ പോയി. ഇപ്പം നമ്മൾ ദുബായിൽ കരാമ എന്ന് പറയുന്ന സ്ഥലം മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേട്ടോ. ഇവിടെ 1 മണിയായാലും 2 മണിയായാലും ആൾക്കാരുടെ തിരക്ക് തന്നെയാണ് സ്ട്രീറ്റിൽ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അങ്ങനെ രാത്രി ഇറങ്ങി നടക്കുന്നതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തലോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകുന്ന, ആരും ആരെയും ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് തക്കതായ നിയമമുണ്ട് ഇവിടെ. അതുകൊണ്ട് രാത്രി 2 മണിയായാലും 3 മണിയായാലും ആൾക്കാർ എപ്പോഴും ബിസി ആയിരിക്കും സ്ട്രീറ്റിൽ. അതുപോലെ ഹോട്ടൽസ് ഏറ്റവും കൂടുതൽ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഏരിയ ഒന്നാണ് ഈ കരാമ. അപ്പോൾ ഇവിടെ നല്ല ഫുഡുകൾ കിട്ടും. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ എല്ലാവരും ഇവിടത്തേക്കാണ് ഓടി വരുന്നത്. കണ്ട മൂവി തീർന്നടാ, നീ തീർന്ന് ചോദിക്കാൻ പറ്റിയല്ല ചാരു, ഇത് കപ്പിൾസിന് ചോദിക്കാൻ പറ്റും. അതൊന്നും ചോദിക്കാൻ ആദ്യം കണ്ടത് നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കണ്ടേ? കൊറേ ഇല്ലല്ലോ. ചിഞ്ചുവിന്റെ കൂടെ പോയതാണോ മഞ്ജുവിന്റെ കൂടെ പോയതാണോ? ഉത്തരം തെറ്റാണ്.
താങ്കളുടെ ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞ ആനക്കോട്ടെ ചുറാസിക്കത്തില്ല പിള്ളേര് പോലും. എൻ്റെ കുറവുണ്ട്. നിങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ ദിവസം ഡേറ്റ് ആകെ 2 കൊല്ലമായിരുന്നു തയ്ച്ചു ആലോചിക്കുന്നത്. എൻഗേജ്മെന്റ് ഇത് മിക്കവാറും കുട്ടിച്ചോളാന്ന് തോന്നുന്നു. കാണിക്കല രണ്ടാളും ഒരുപോലെ വരുമല്ലോ. കറക്റ്റ് ആണല്ലോ. അതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഡിസംബർ 15. യദു. ഡിസംബർ 6. 9. പൊട്ടിയിരിക്കുന്നു. ആരെ വിശ്വസിക്കണം? വലിയ കാര്യത്തിലോ പൊട്ടി. ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഉണ്ടോ? അല്ലല്ല, ഫോട്ടോ നോക്കണം. അത് ഉത്തരം ശരിയാണോ നമുക്ക് ഉറപ്പ് വരുത്തണ്ട. ഡിസംബർ 9. ഇത് തന്നെ. ഏതോ നീ പൊട്ടിയിരിക്കുന്നു വീണ്ടും. എന്റെ യദു. എൻഗേജ്മെന്റ് കല്യാണം കഴിക്കാൻ പറയാം. ഡിസംബർ 25. ഫസ്റ്റ് ആംഗ്രി വരുന്നത് ആർക്കാ? രണ്ടാളും തെറ്റി. അനക്കടിച്ചു അനക്കാറ്റും കൂടി വിഷയം പറ്റും. നിങ്ങള് രണ്ടാളും സ്വയമായിട്ട് എനിക്കാണ്. അല്ല പണ്ടാണെങ്കിൽ ഇതിലല്ലേ ശരി. കുറച്ച് ടഫ് അല്ലേ? ഷൂ സൈസ് എന്നാ? ഫസ്റ്റ് ഒരുമിച്ച് ഷൂ സൈസ് എന്നാ? ഏതിന്റെ ഷൂ സൈസ്? നീ അഞ്ചിമയുടെ ഏത് സൈസ്? ഏതിന്റെ സൈസ് എത്രയും അഞ്ചുമാൻ്റെ സൈസ് 6. 6 നിന്റെ സൈസ് എത്രയാണ്? എൻ്റെ പോയി ഓനെന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞുള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ 9 എഴുതിനി. അറിയാം. 10 12 കൂടി പറഞ്ഞു. ഞാനാ ഇപ്പൊ ശരിയാക്കണ്ട. ഇത് ശരിയാക്കുന്നില്ല. ഇപ്പം അനക്കൊന്നും ലീഡാ. ഏത് വാങ്ങിച്ചു കൊടുത്ത സാധനം ആദ്യം എഴുതിക്കോ. അത് കഴിഞ്ഞ് ഞാൻ പപ്പയും കൊടുത്ത് അവളെ എഴുതണം. അല്ല അവളെനക്ക് നേരിട്ട് നീ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതും. നീ അവൾക്ക് കൊടുത്ത അവളെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എഴുതും. അപ്പൊ നീ പറയുന്നത് അതെ നീ എന്നാ ഫസ്റ്റ് കൊടുക്കുന്ന എന്താ ചാരം പറ. വീട്ടിൽ പോട്ടോ. ഞാൻ ഇത് പറഞ്ഞു. പറഞ്ഞു ചുരിദാറല്ലേ? ചുരിദാർ ഇല്ല, തെറ്റാന്ന്. വാച്ച് ഷർട്ട് കണ്ടുപിടിക്കുന്നേ. ക്വസ്റ്റ്യൻസാ അത്ര കൊല്ലായോ? ഇഷ്ടപ്പെട്ട പാട്ട്, ഇഷ്ടപ്പെട്ട സോങ്? ഇല്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാ ഇഷ്ടപ്പെട്ട സിനിമ? അതേതായാലും ഉണ്ടാവും. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട ആക്ടർ? അഞ്ചിമക്ക് ഇഷ്ടപ്പെട്ടത് ഏതുകൊണ്ട് ഇഷ്ടം? എങ്ങനെ മൊത്തത്തിലാണോ അതോ മലയാളത്തിലാണോ? ഫുള്ളല്ലേ? ഏതുമാ വേർക്കുന്ന കണ്ടോ നീ? പൊട്ടി ഏതുമാമ വേർക്കുന്ന എന്താണ്? തെറ്റാതെ എനിക്ക് മമ്മൂട്ടി ഇഷ്ടം. പോയി നിന്റെ നീ 3 പോയിന്റ് ഔട്ടാണ്. ആദ്യം ഇവന്റെ DQ കറക്റ്റ് ആണോ? നീ 3 പോയിന്റ് ഔട്ടാണ്. 2 എണ്ണം
അടുത്ത ക്വസ്റ്റ്യൻ. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെന്നും പറഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലം അഞ്ചിമയ്ക്ക്. ഒന്ന് മണാലി പോയി, ഓക്കെ. നെക്സ്റ്റ് വൺ അഞ്ചിമ പോകണമെന്ന് അഞ്ചിമയ്ക്ക് ആഗ്രഹിക്കുന്ന സ്ഥലം. ഏതും ഇഷ്ടമുള്ളത് അഞ്ചിമയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് പോകാൻ ആഗ്രഹിച്ചത് അടുത്തത്. അപ്പോൾ രണ്ടാൾ എഴുതി കഴിഞ്ഞാൽ ചേച്ചി ആദ്യം ചോദിച്ചത് ഏതാ? എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പറ ഫസ്റ്റ് എന്റെ പറ. അങ്ങനല്ലേ നിങ്ങൾ രണ്ടാളും കൂടി എന്റേതല്ലേ ചോദിച്ചു. അങ്ങനെ ഓരോരുത്തരുടെ. നീ അഞ്ചുമയ്ക്ക് ഇഷ്ടമുള്ളതാ പറയണ്ടേ. മാൽഡീവ്സ്. മാൽഡീവ്സ് അല്ല, ഞാൻ രാജസ്ഥാൻ. മാൽഡീവ്സ് എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷേ മരുഭൂമിയല്ല, അല്ല ഇവിടെ ഉണ്ടല്ലോ മരുഭൂമി. അല്ല അഞ്ചുമേടെ ഇതിന്റെ അത് പറയണ്ട, എഴുതിയ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആ ഒരു കാര്യം എന്തായാലും ചെയ്യാൻ പറ്റും. മീൻസ് ട്രാവലിങ് എനിക്ക് ലൈഫിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ആ കോൺഫിഡൻസ് പറയാം. ലൈഫിൽ എനിക്ക് അവിടെ ഒരിക്കലും പോണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണണം. അതവിടെ ഞാൻ പറഞ്ഞില്ല. അല്ല അതല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിട്ടില്ല, അവിടെ കളി. ഇത് 5 പേന്ന് സ്കോർ ചെയ്ത. അപ്പൊ നീ തെറ്റിച്ചില്ലേ? നേരത്തെ തെറ്റിച്ചില്ല. മാൽദീവ്സ് 3 നീ ബാക്കിലാട്ടോ ഇപ്പൊ. ഇത് ഞാൻ നീ ഇതിപ്പോ ഞാനായിരിക്കുന്നേ. ഇത് നിങ്ങളോടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ടൈം കഴിഞ്ഞു. ഔട്ട് ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ പറയാ ഇഷ്ടപ്പെട്ട കളർ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? അത് അനുവാട്ടിന് ചേച്ചി എന്താ അല്ല ചേച്ചിനെന്താ റെഡ്. അനുവാട്ടിന് ദുബായിൽ ജോലി കിട്ടിയ മാസം. ദുബായിൽ ജോലി കിട്ടിയ മാസം. കിട്ടിയ മാസം. കാൽക്കുലേറ്റ് ജനുവരിയാ? ജനുവരി ഇതിന് മാറ്റി. 1 ലീഡ്. ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? അതന്നെ ഏതന്നെ ഞാനും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുവാടിന് ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും അതന്നെയാണ്. അല്ല ഏട്ടന് ഇഷ്ടപ്പെട്ടെന്താ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബിരിയാണി. ചേച്ചി ഇഷ്ടപ്പെടുന്ന ബിരിയാണി ഇഷ്ടം. ആദ്യം ബിരിയാണി, ഇപ്പൊ ചാർക്കോളായി. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ബിരിയാണി ഇവിടെ വന്നതിന് ശേഷം മാറി. അപ്പൊ ആയിരിക്കും പോയിന്റ് ഇനി പോവാൻ പ്ലാൻ ഉണ്ടെന്ന് സ്ഥലം ചോദിക്കും. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് അടി ഉണ്ടാക്കിയ കാരണം എന്നാ?
ടൈപ്പ് അല്ല രണ്ടാൾ അടിയുടെ ഒരു കാരണമാണല്ലോ, ഒറ്റ കാരണം, ഒരു കാരണം. അത് ഇപ്പോഴും അപ്പോഴും എല്ലാം എന്താ ഇതില് ഭിന്നായത് ചേച്ചിയാണ് ടോട്ടലായിട്ട് നമ്മള് പരാജയപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും ഡ്രോപ്പ് ചെയ്തിട്ട് റൂമിലേക്ക് മടങ്ങുവാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയായി, 12-12:30 അടുത്തായി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബുർജ് ഖലീഫെന്ന് ഒരു ലേസർ ലൈറ്റ് അടിക്കുന്നത് കണ്ടത്. ഇങ്ങനെ കാറിലേക്കൊക്കെ ഇങ്ങനെ ഇത്രയും ദൂരെ നിന്ന് ലേസർ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അവർ ലൈറ്റിങ് ടെസ്റ്റ് ചെയ്യുന്നതാണോ തോന്നുന്നു. റെയറായിട്ട് ഇങ്ങനെയുള്ള ലൈറ്റുകൾ ലൈറ്റുകൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ റെയറായിട്ട് ഇങ്ങനെയുള്ള ലേസർ ലൈറ്റുകൾ പൊതുവേ കാണാറുള്ളൂ. എന്തെങ്കിലും പ്രോഗ്രാമിന് സെറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ രാത്രിയിലും ബുർജ് ഖലീഫ എന്തൊരു മനോഹരമാണെന്നറിയോ, ഇത്ര ദൂരത്തുനിന്ന് കാണുമ്പോൾ. നമ്മൾ ദുബായിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇത് തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസം കേട്ടോ. പ്രത്യേകിച്ച് രാത്രിയിൽ ഇതിൻ്റെ ലൈറ്റുകളൊക്കെ മിന്നിത്തിളങ്ങുന്ന കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയൊക്കെ കണ്ട് റൂമിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 10 minutes റൈഡ് ചെയ്യലുള്ളൂ കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് ട്രാഫിക് വളരെ കുറവായിരുന്നു.